إذا عسعس والصبح إذا تنفس إنه لقول رسول كريم صدق الله العلي العظيم وصدق وبلغ رسول النبي الكريم നമ്മൾ സൂറത്ത് തക്വീർ ആദ്യത്തെ 9 ആയത്തിന്റെ അർത്ഥം പറഞ്ഞു. ലോകാവസാന പശ്ചാത്തലവും പിന്നീട് മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള പരലോകത്തിലെ സംഗതികളുമായിരുന്നു പറഞ്ഞു വെച്ചത്. അവിടെ തക്വീർ എന്നതാണ് ഒന്നാമതായി. ആകാശം ചുരുട്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചുരുട്ടപ്പെടുക, അതിന്റെ പ്രകാശങ്ങൾ പൂർണ്ണമായും അത് വരിച്ച് പ്രകാശം പൂർണ്ണമായും തിരിച്ചെടുക്കും. കാരണം അതാണല്ലോ പരന്നു കിടക്കുന്നത്. പ്രപഞ്ചം മുഴുവനും പരന്നു കിടക്കുന്നതിന്റെ പ്രകാശത്തെ സൂര്യൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം ഇല്ലാതാകും. ആകാശങ്ങൾ ഉതിർന്നു വീഴുകയോ അസ്തമിച്ചു പോവുകയോ കെട്ടുപോവുകയോ ചെയ്യുകയും പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടുകയും പൂർണ്ണഗർഭിണികളായ ഒട്ടകങ്ങൾ ഒഴിവാക്കപ്പെടുകയും വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂടപ്പെടുകയും കടല് കത്തിച്ചൊലിച്ച് ഇളകി മറിയുകയും ചെയ്യുമ്പോൾ, എന്നിട്ടത് ഇത്രയും പറഞ്ഞത് ലോകാവസാനത്തിന്റെ ആ നേർക്കാഴ്ചയെ കുറിച്ചാണ്. ലോകാവസാനം സംഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ ഇത്രയും സംഗതികൾ നടക്കും. അപ്പോൾ ഒരു എളുപ്പകരമായതോ അല്ലെങ്കിൽ വലിയ പേടിക്കേണ്ടതില്ലാത്ത ഒരു സംഗതിയല്ല. ഭയപ്പെടേണ്ട, മനുഷ്യരൊക്കെയും ഭയത്താൽ നെട്ടോട്ടം ഓടുന്ന ഒരു പശ്ചാത്തലമായിരിക്കും ആ സന്ദർഭത്തിൽ ഉണ്ടാവുക. അതാണ് വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂടുന്നു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ വേട്ടയാടുന്ന വന്യമൃഗങ്ങൾ പോലും തൻ്റെ ഇര മുന്നിൽ കണ്ടാൽ പോലും അതിനെ പിടിച്ചു തിന്നാത്ത, വേട്ടയാടാത്ത ഒരു പശ്ചാത്തലമായിരിക്കും ലോകാവസാനത്തിന്റെ സന്ദർഭം എന്നതാണ്. എന്നിട്ട് പിന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. അതാണ് വൈദൻ നുഫൂസു സുവ്വിജത് എന്ന് പറഞ്ഞത്. ശരീരവും ആത്മാവും തമ്മിൽ കൂടിച്ചേരും. എന്നിട്ട് വിചാരണാ വേളയിൽ നിൽക്കുമ്പോഴാണ് അള്ളാഹു കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ഏത് തെറ്റ് കാരണമാണ് നീ കൊല്ലപ്പെട്ടത് എന്ന് അതിനോട് ചോദിക്കും. കാരണം നീതി സംജാതമാകുന്നത്, നീതി നടപ്പിലാകുന്നത് മഹ്ശറിൽ വെച്ചായതുകൊണ്ട്, പരലോകത്തിൽ വെച്ചായതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയും ദുനിയാവിൽ ചെയ്ത എല്ലാ സംഗതികളും, ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതിൽ ഇലത്ത് എന്ന് പറയുന്നത്. അപ്പോ സമാനമായതോ അതിനേക്കാൾ ഏറിയതോ കുറഞ്ഞതോ ആയ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും അവിടെ വിചാരണ ചെയ്യപ്പെടും. എന്നിട്ട് പിന്നീട് മഹ്ശറിലെ ചില ദൃശ്യങ്ങളാണ് തുടർന്ന് എടുത്ത് പറയുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് മുതലുള്ളത്. വൈദ സുഹഫ് നുഷിറത്ത്, അതാണ് ഒന്നാമത്തേത്. സുഹഫ്, സഹീഫത്ത് അതിന്റെ ബഹുവചനമാണ് സുഹഫ്. ഏടുകൾ എന്നാണ് അതിന്റെ അർത്ഥം, ഏടുകൾ. അപ്പൊ ഏടുകൾ നിവർത്തപ്പെടുമ്പോൾ, നഷ്ർ എന്ന് പറയും. നഷ്ർ, ദാറുൻ നഷ്ർ എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻ എന്നാണ്, പബ്ലിഷ് ചെയ്യുന്നിടം. ദാറുൻ നഷ്റുൽ ഇസ്ലാമി എന്നാണ് IPH എന്ന് പറയാം, IPH. അപ്പോ നഷ്ർ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി പ്രസിദ്ധീകരിക്കുന്നതിനാണ് നഷറ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. പരത്തുക, വ്യാപിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിന് ആ പദം ഉപയോഗിക്കും. പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തിക്കുക എന്നതാണല്ലോ ഒരു പുസ്തകമൊക്കെ സ്വാഭാവികമായിട്ട്. അപ്പോൾ നുഷിറത്താണ്, ഏടുകൾ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം, നിവർത്തപ്പെടുമ്പോൾ. ഇപ്പോൾ ഓരോരുത്തരുടെയും ഏടുകൾ പബ്ലിഷ് ചെയ്യുന്ന ദിവസം മഹ്ശറിലാണ് എന്ന് വേണം വായിക്കാൻ. ആ ഓരോരുത്തരുടെയും കർമ്മപുസ്തകങ്ങൾ, ഏട് പറയുന്ന കർമ്മപുസ്തകമാണ് ഇവിടെ ഓരോരുത്തരുടെയും. അതെ. അപ്പൊ കർമ്മപുസ്തകങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞല്ലോ, മരണത്തോടുകൂടി കർമ്മപുസ്തകം അടയ്ക്കപ്പെടുന്നില്ല. അവർ നന്മയായി മാതൃകയാക്കിയതും തിന്മയായി മാതൃകയാക്കിയതും ഒക്കെ എല്ലാം കർമ്മപുസ്തകത്തിൽ രേഖപ്പെടുത്തും. എന്നിട്ട് ലോകാവസാന ശേഷവും വിചാരണാവേളയിൽ മഹ്ശറിൽ വെച്ചിട്ടാണത് ഓരോരുത്തരുടെയും കർമ്മപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുക. പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ കൈകളിൽ കൊടുക്കും. അപ്പൊ അത് ഏറ്റുവാങ്ങണം, അത് വായിച്ചു നോക്കണം, തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഓരോരുത്തർക്കും ബോധ്യപ്പെടണം. അപ്പൊ ഇത് കർമ്മപുസ്തകം എന്തായാലും, ഏടുകൾ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കിതാബുകളാണ്, കർമ്മപുസ്തകം. അത് അവിടെ നിവർത്തപ്പെടും. എന്നിട്ട് വൈദ സമാഉ കുശിതത്, ആകാശം അതിന്റെ മറ നീക്കപ്പെടും. ആകാശത്തിന്റെ മറ നീക്കപ്പെടുമ്പോൾ എന്നാണ്. വൈദ സമാഉ കുശിതത്,
ആകാശത്തിന്റെ മറ നീക്കപ്പെടും. എന്നുവെച്ചാൽ ഇന്ന് നമ്മൾ ആകാശത്തിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ സംഗതികളും നമ്മൾ കാണുന്നില്ല അല്ലെ. ഇപ്പോ നല്ലൊരു കാർമേഘം വരുമ്പോൾ പലതും നമുക്ക് മറഞ്ഞു പോകുന്നുണ്ട് ആകാശത്തിലുള്ള. അപ്പൊ ഇനി നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടാലും നോക്കിയാലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ ആകാശത്തിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. നമ്മളിപ്പോ അണു എന്നൊക്കെ പറയുമല്ലോ, ബാക്ടീരിയ എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നില്ല. പക്ഷെ അതില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ സംഗതികളുണ്ട്, വൈറസുകളുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അപ്പൊ പ്രപഞ്ചത്തിലും ഇതുപോലെ മനുഷ്യന് ദൃശ്യമാകാത്ത അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടിപ്പുകളുണ്ട് പ്രപഞ്ചത്തിൽ. ഇതൊക്കെ മറനീക്കുന്നതും നമുക്ക് ദൃശ്യമാകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതുമൊക്കെ ഈ പറഞ്ഞ പരലോകത്തിൽ വെച്ചിട്ടായിരിക്കും. അതാണ് ആകാശത്തിന്റെ മറകൾ നീക്കപ്പെടും. ആകാശത്തിലുള്ളതൊക്കെ എല്ലാവർക്കും ദൃശ്യമാകും, കാണാൻ കഴിയും. അപ്പൊ അവിടെ അപ്രത്യക്ഷമാകുന്ന അദൃശ്യമാകുന്ന ഒരു സംഗതികളും ഉണ്ടാകില്ല. എന്ന് വെച്ചാൽ ദുനിയാവ് പോലെയല്ല പരലോകം എന്നത്. പിന്നുള്ള വൈദൽ ജഹീമു സുഇറത് വൈദൽ ജന്നത്തു ഉസ്ലിഫത്, നരകം ആളിക്കത്തിക്കപ്പെടുകയും സ്വർഗം അടുപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, സുൽഫ എന്നുണ്ടല്ലോ, നമ്മളെപ്പോഴും സുൽഫ പറയുന്നതാണ്, അടുത്തത്. ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വിഗ്രഹങ്ങളെ പൂജിക്കുന്നു, ശിർക്ക് ചെയ്യുന്നു എന്ന് മക്കക്കാർ പറയുന്നതായിട്ട് ഖുർആൻ വിശദീകരിക്കുന്നുണ്ടല്ലോ സൂറത്തുൽ സുമറിൽ. അപ്പൊ അതാണ് ഉസ്ലിഫത്ത് എന്ന് പറഞ്ഞ അസ്ലഫ, ഉസ്ലിഫ, അടുപ്പിക്കപ്പെടുക. അപ്പോ സ്വർഗം അടുപ്പിക്കപ്പെടുകയും നരകം ആളിക്കത്തിക്കപ്പെടുകയും ചെയ്യുന്നത് മഹ്ശറിൽ വെച്ചിട്ട് ഓരോ ആളുകളും നേർക്ക് നേരെ കാണും എന്നാണ്. വെച്ചാൽ നമ്മുടെ വിചാരണയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്ത് സ്വർഗം ഇങ്ങനെ നമ്മളുടെ അടുക്കിലേക്ക് ഇങ്ങനെ വരുന്നതായും അല്ലെങ്കിൽ ഇങ്ങനെ അടുത്തേക്ക് വരുന്നതായും നമുക്ക് തോന്നും. നരകം അവിടെ നിന്ന് ആളിക്കത്തുന്നതായും തോന്നും. അപ്പൊ ഇരു കൂട്ടരും സ്വാഭാവികമായിട്ട് മഹ്ശറിൽ ഇതിങ്ങനെ കാണുന്നുണ്ടാവും. സത്യവിശ്വാസികളും കാണുന്നുണ്ടാവും, സത്യനിഷേധികളും കാണുന്നുണ്ടാവും. ഇനി ആറാഫിലുള്ളവരാണെങ്കിൽ അവരും കാണുന്നുണ്ടാവും. അപ്പൊ എന്തായിരിക്കും അവരുടെ മനസ്സിലേക്ക് വരിക? നരകം ഇങ്ങനെ ആളിക്കത്തുന്നത് കാണുന്നു, അവരുടെ കിതാബ് പ്രസിദ്ധീകരിക്കപ്പെട്ട അവരുടെ കൈകളിൽ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കർമ്മപുസ്തകം ഇങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോൾ ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾ സന്തുഷ്ടനാകും. സ്വർഗം കാണുമ്പോൾ, നരകം കാണുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു അനുഭൂതിയായിരിക്കും അയാൾക്കുണ്ടാവുക. വിശ്വാസിക്ക് ഇങ്ങനെ ആളിക്കത്തുന്ന നരകത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു, ഈ കാണുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് ഞാൻ അടുപ്പിക്കപ്പെടുന്നു. അവിശ്വാസിയാണെങ്കിലോ അയാളുടെ അവിടുത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? നരകത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയാണല്ലോ ഞാൻ ദുനിയാവിൽ പലതും നിഷേധിച്ചത്, പലതും തള്ളിപ്പറഞ്ഞത്, പ്രവാചകന്മാരുടെ വചനങ്ങളൊന്നും ഏറ്റെടുക്കാതിരുന്നത്. ഇതൊക്കെ പൊള്ളയായ വാദങ്ങളാണ്, അസാത്തീറുൽ അവ്വലീൻ എന്ന് പറഞ്ഞ പഴമൊഴികളാണ് എന്നൊക്കെ ഞാൻ വാദിച്ചത് ഈ നരകത്തിലേക്ക് എത്തിപ്പെടാനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പ്രയാസപ്പെടുകയും ദുഃഖിതനാവുകയുമായിരിക്കും നരകാവകാശിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുക. അപ്പൊ ഇത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് വിചാരണാ വേളയിൽ തന്നെ സ്വർഗനരകങ്ങൾ അവർക്ക് ദൃശ്യമാക്കപ്പെടുന്നത് എന്ന്. അപ്പൊ സ്വർഗം അടുപ്പിക്കപ്പെടും, നരകം ആളിക്കത്തിക്കപ്പെടും. അപ്പോ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ പറഞ്ഞ എല്ലാം ഇതാ ചേർത്തിട്ടാണ് പറഞ്ഞത്. ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു ഖദറത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എല്ലാം ഇതാ എന്ന് പറഞ്ഞാൽ എന്താ? ആയാൽ എന്ത് സംഭവിക്കുന്ന? ഇതൊക്കെ ആയാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഒരു മറുപടി വേണം. ആ മറുപടിയാണ് ഇനി പറയാൻ പോകുന്ന ആയത്. അലിമത് നഫ്സുമ്മ അഹ്ലറത്. ഇതൊക്കെ ഇങ്ങനെ ലോകാവസാനത്തിന്റെ പശ്ചാത്തലങ്ങളൊക്കെ ഇങ്ങനെ ദൃശ്യമാകുന്നത് അവൻ കണ്ടു, അവന് ബോധ്യപ്പെട്ടു. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് മഹ്ശറിലേക്ക് വന്നപ്പോഴും ഏട് കിട്ടി. അവിടെയുള്ള സ്വർഗത്തെയും നരകത്തെയും ഒക്കെ അവന് ബോധ്യമായി. അതോടൊപ്പം ആകാശത്തിന്റെ എല്ലാ മറകളും നീക്കി അള്ളാഹുവിന്റെ അമാനുഷികമായ കഴിവുകളൊക്കെ ദൃശ്യമായി. ഇതൊക്കെ അവന് മനസ്സിലായി. എന്നിട്ട് അവൻ ഈ ഏടുകൾ വായിച്ച് ബോധ്യപ്പെട്ടവന്റെ കർമ്മപുസ്തകം വായിച്ച് ബോധ്യപ്പെടുമ്പോൾ അലിമത് നഫ്സുമ്മ അഹ്ലറത്, താൻ എന്താണ് ഇവിടെ ഹാജരാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും ഓരോ ആത്മാവിനും ബോധ്യപ്പെടും. അലിമ, അവൻ അറിയും. അലിമത് നഫ്സുൻ, ഓരോ ആത്മാവും അറിയും, ഓരോ മനുഷ്യനും അറിയും. മാ, എന്താണ് അഹ്ലറത്, താൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. ഒന്നും അവിടെ നിന്ന് മിസ്സാവില്ല.
ഒന്നും മിസ്സാവില്ല. ഇനി മെമ്മറി കാർഡ് പഴകി പോവില്ല, അല്ലെ, ഹാർഡ് ഡിസ്ക് കേടാവില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല അവിടെ. മനുഷ്യന്റെ ജനനം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതലേ ഉള്ളത് അള്ളാഹുവിന്റെ ഹാർഡ് ഡിസ്കിൽ ഇങ്ങനെ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു വൈറസും കയറാത്ത വിധത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മാലാഖമാരിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് പരലോകം വരെയും മഹ്ശറിന്റെ വിചാരണ വേള വരെയും അതിങ്ങനെ സുരക്ഷിതമായി തന്നെ നിൽക്കും. അതിൽ ഒന്നുപോലും വിട്ടുപോകാതെ എല്ലാം ഓർ വായിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ബോധ്യപ്പെടും, ഞാൻ ഇന്ന നന്മകളാണ് ഇവിടേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെതായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇന്ന തെറ്റുകളൊക്കെ ഞാൻ ചെയ്തു, അതും എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ നന്മയും തിന്മയും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മലക്കുകൾക്ക് അവരുടെ പണി എളുപ്പമാവല്ലോ. മലക്കുകൾക്ക് അവരുടെ പണി എളുപ്പമാവും. കാരണം ഓരോന്നിനും പിന്നെ വാശി പിടിക്കില്ല, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. ഇപ്പം അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഏമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ. ഞാനങ്ങനെ ചെയ്തിട്ടില്ല. ഒരു ഭാഗത്തുനിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, മറുഭാഗത്തുനിന്ന് അതിൻ്റെ വാദങ്ങൾ അവർ നിരത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അള്ളാഹിന്റെ കോടതിയിൽ ഇതിനൊന്നും സമയമോ അല്ലെങ്കിൽ മനുഷ്യന് കഴിയില്ല. എല്ലാം വളരെ കൃത്യമായിരിക്കും, വ്യക്തമായിരിക്കും. ഓരോന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പം സ്ക്രീനിൽ ആ ദിവസം ചെയ്തത് ഇങ്ങനെ പ്രദർശിപ്പിക്കും. അപ്പൊ ഒന്നും നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാം അവിടെ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യന് ബോധ്യപ്പെടുകയും ചെയ്താണ് അലിമത്ത് എന്ന് പറഞ്ഞത്. അവൻ തിരിച്ചറിയും, മനുഷ്യനത് ബോധ്യമാകും, എന്താണ് താൻ ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായി അവന് ബോധ്യപ്പെടും. എന്നിട്ട് പറയുന്നു ഫല, അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ഒരു ദിവസത്തെയാണ് ഈ ആളുകൾ നിഷേധിക്കുന്നത്. അവരുടെ കർമ്മങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസത്തെയാണ് ഇവർ നിഷേധിക്കുന്നത്. അത് ഫല. അവരുടെ ആ നിഷേധവും അവരുടെ ആ വിചാരവും അവരുടെ ധാരണകളും ഒരിക്കലും ശരിയല്ല, അത് തെറ്റാണ്. എന്നിട്ട് ആ തെറ്റ് മനുഷ്യനെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് 2-3 സംഗതികളെ അള്ളാഹു ആണയിട്ട് പറയുന്നത്. ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്. ഒന്ന് നക്ഷത്രമാണ്, മറ്റൊന്ന് രാത്രിയാണ്, മറ്റൊന്ന് പകലാണ്. 3 കാര്യങ്ങളെ പിടിച്ച് ആണയിട്ട് പറയുന്നു. അതിൽ ഒന്നാമത്തേത് അൽ ഹുന്നസ് അൽ ജവാരിൽ ഖുന്നസ് എന്ന് പറയുന്ന 3 വിശേഷണങ്ങളാണ് നക്ഷത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അൽ ഹുന്നസ് എന്ന് പറഞ്ഞാൽ അത് പിൻവാങ്ങുന്ന നക്ഷത്രങ്ങൾ, പിൻവാങ്ങുന്ന നക്ഷത്രങ്ങളെ കൊണ്ടും, അൽ ജവാരി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, അൽ ഖുന്നസ് എന്നിട്ട് അപ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങൾ. എന്നുവെച്ചാൽ അത് ഉദിക്കുന്നു, സഞ്ചരിക്കുന്നു, അസ്തമിക്കുന്നു എന്നിവയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നക്ഷത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ ഇടയ്ക്ക് മനുഷ്യന് പ്രത്യക്ഷമാകും, ഇടയ്ക്ക് സഞ്ചരിക്കുന്നത് പോലെ തോന്നും, ഇടയ്ക്കത് അപ്രത്യക്ഷമാകും. എല്ലാ നക്ഷത്രങ്ങളും ചിലപ്പോൾ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ അതിൻ്റെ അറിവിൻ്റെ കുറവുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള. പക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഗോളശാസ്ത്രജ്ഞന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി ഇതിൻ്റെ സഞ്ചാരത്തെക്കുറിച്ചും ഓരോ നക്ഷത്രങ്ങളും ഏതാണ്, എപ്പോൾ ഉദിക്കും, എപ്പോൾ അസ്തമിക്കും, എത്ര ദിവസം ആകാശത്ത് പ്രത്യക്ഷമായി ഉണ്ടാവും എന്നൊക്കെ കൃത്യമായി പറഞ്ഞുതരും. അങ്ങനെ പേരുകൾ പോലും ഓരോ നക്ഷത്രങ്ങൾക്കുണ്ട്. സുഹൈൽ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ പേരാണ്, സുറയ്യ എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ പേരാണ്. അങ്ങനെ നക്ഷത്രങ്ങൾക്ക് പേരുകൾ പോലും ഓരിട്ടിട്ടുണ്ട് എന്നാണ്. നമ്മളിങ്ങനെ കാണുമ്പോൾ സൂര്യനും ചന്ദ്രനും ആകാശത്ത് കാണുന്നു, ബാക്കിയൊക്കെ നമുക്ക് നക്ഷത്രങ്ങളാണല്ലോ, ബാക്കിയെല്ലാ നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങൾ ഉദിക്കുന്നു, അത് സഞ്ചരിക്കുന്നു, അസ്തമിക്കുന്നു, ഉദിക്കുന്നു, സഞ്ചരിക്കുന്നു, അസ്തമിക്കുന്നു, അത് നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു വല്ലൈലി ഇദാ അസ്അസ് എന്നാണ് പറഞ്ഞത്. അസ്അസ് ഇങ്ങനെ പിന്നിട്ട് പോകുന്ന, എന്ന് വെച്ചാൽ മഗ്രിബിന്റെ സമയം മുതൽ സുബൈക്ക് മുമ്പ് വരെയുള്ള സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദമാണ് അസ്അസ് എന്ന് പറഞ്ഞാൽ. ഇരുട്ടിന്റെ ആ വേരിയേഷനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇരുട്ടിന്റെ നമ്മൾ മുമ്പും സമാനമായ പ്രയോഗങ്ങൾ ഖുർആൻ തന്നെ നടത്തിയിട്ടുണ്ട്. ഇരുട്ടിന്റെ തോത് കാഠിന്യം കുറഞ്ഞ് പിന്നീട് അത് കൂടിക്കൂടി വരുന്നു, അർദ്ധരാത്രിയാകുന്നു, വീണ്ടും അതിന്റെ കാഠിന്യം കുറഞ്ഞു കുറഞ്ഞ് സുബൈയിലേക്ക് എത്തുന്നു. അപ്പോ അങ്ങനെ പിന്നിട്ട് പോകുന്ന രാത്രിയാണ് സത്യം. അപ്പൊ രാത്രിയിൽ സ്വാഭാവികമായിട്ടും ചന്ദ്രനും അതിൽ ഉൾപ്പെടുന്നുണ്ട്, ചന്ദ്രനും ചന്ദ്രന്റെ പ്രകാശവും. വസ്സുബ്ഹി ഇദാ തനഫസ്, വിടർന്നു വരുന്ന പ്രഭാതമാണ് സത്യം. വിടർന്നു വരുന്ന പ്രഭാതം, ഒരു ഉദിച്ചു വരുന്ന പ്രഭാതം. അപ്പോൾ രാത്രിയെ അകഞ്ഞു മാറ്റി പ്രഭാതം പൊട്ടിപ്പുറപ്പെടുന്നതിനാണല്ലോ ഫലക്ക് എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫജ്ർ എന്ന് പറഞ്ഞാൽ പിളർന്നു വരുന്നതിനാണ്, പൊട്ടിപ്പുറപ്പെടുന്നതിനൊക്കെയാണ് ഫജ്ർ എന്ന് പറയാം. ഫജ്ർ ഇൻഫജറ എന്ന് പറഞ്ഞു, തഫജ്ജറ, ഫജ്ജറ, ഫുജ്റത്ത് എന്ന് പറഞ്ഞായിരുന്നു.
സ്ഫോടനം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ പ്രഭാതം പൊട്ടിവിടരുന്നു എന്ന് പറയുന്ന ഫജ്ർ എന്നതിൽ തന്നെ അർത്ഥമുണ്ട്, പൊട്ടിവിടരുക. അപ്പൊ ഇവിടെ പിന്നിട്ട് വരുന്ന രാത്രിയും വിടർന്നു വരുന്ന പ്രഭാതവുമാണ് സത്യം. പ്രഭാതം അപ്പോൾ നക്ഷത്രവും രാവും പകലിനെയും ആണയിട്ടുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇതൊരു മാന്യനായ പ്രവാചകന്റെ വചനമാണ്. ഇതൊരു മാന്യനായ അത്യുദാരനായ ഒരു പ്രവാചകന്റെ, ഒരു ദൂതന്റെ വചനമാണ് ഈ പറയുന്നത്. അപ്പൊ അള്ളാഹു പരിശുദ്ധ ഖുർആൻ ദൈവീകമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നക്ഷത്രങ്ങളെയും രാവിനെയും പകലിനെയും ആണയിട്ട് പറഞ്ഞത്. രാവും പകലും ചിലപ്പോൾ അത് ഇരുൾ മൂടുന്നതാകും, ചിലപ്പോൾ അത് പ്രകാശിതമാകും, അത് സഞ്ചരിക്കുന്നതാകും. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്ന സന്ദേശങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ്. ഓരോ കാലഘട്ടത്തെ കുറിച്ചും കൃത്യമായ സന്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മനുഷ്യനെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇടയ്ക്ക് ഒരുപാട് ആയത്തുകൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചിട്ടുണ്ടാവും, ഇടയ്ക്ക് അല്പാൽപമായി അവതരിപ്പിച്ചിട്ടുണ്ടാവും, കുറച്ചു കാലം ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ പ്രയാസം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടും എന്നൊക്കെ ഖുർആൻ തന്നെ വ്യത്യസ്ത അർത്ഥത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നക്ഷത്രം സഞ്ചരിക്കുന്ന, ഇരുൾ മൂടുന്ന, അല്ലെ മറയുന്ന, പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെയും രാത്രിയെയും പ്രഭാതത്തെയും ആണയിട്ട് പറഞ്ഞതും ഈ ഖുർആൻ അവതരിക്കുന്ന ഓരോ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് ഒരു മാന്യനായ ദൂതനിലൂടെയാണ് നിങ്ങൾക്കിത് നൽകിയിരിക്കുന്നത്. ദൂതന്റെ വചനം എന്നാണ് ഇവിടെ പറയുന്നത്, ഖൗലു റസൂൽ. അപ്പൊ ശരിക്കും അത് ദൂതന്റെ വചനമാണോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനമാണോ എന്നൊരു ചോദ്യം ഉണ്ടാവില്ല. ഖൗലു റസൂൽ, അപ്പോൾ റസൂല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് മുമ്പും വന്നിട്ടുണ്ടോ? കാരണം റസൂല് ഇതേപോലെ സമാനമായ വേറൊരു ആയത്തും കൂടെ ഉണ്ട്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇതൊരു മാന്യനായ ദൂതന്റെ വചനമാണ്. ഇവിടെ ഈ ദൂതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആണോ എന്നത് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ആരാണ് റസൂലിൻ കരീം എന്ന് പറയുന്നത്? ദി ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ. ദി ഖുവ്വ, അതിശക്തനാണ്. ഇൻദദിൽ അർശി മക്കീൻ, സിംഹാസനമുടയവന്റെ അടുക്കൽ. ഇന്ദ അടുക്കൽ, ദിൽ അർശി സിംഹാസനമുടയവൻ എന്നാണ്. ദിൽ അർശ്, ദുൽ മാൽ എന്ന് പറയും, സമ്പത്തുള്ളവൻ, സമ്പത്തിനുടമ എന്നാണ് ദുൽമാൽ, ദുമാൽ. അപ്പോ സമ്പത്തിനുടമ എന്ന് പറയുന്ന പോലെ അർശിനുടമ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ മക്കീൻ, മക്കാൻ എന്ന് വെച്ചാൽ സ്ഥാനം എന്നല്ല, മക്കാൻ സ്ഥലം, സ്ഥാനം എന്നാണ്. മക്കീൻ, ഉന്നത സ്ഥാനമുള്ളവൻ. അള്ളാഹുവിന്റെ അടുക്കൽ മക്കാനത്തുണ്ട്, ഉന്നത സ്ഥാനമുള്ളത് ആർക്കാണ്? അള്ളാഹുവിന്റെ അർശിനുടമയായ റബ്ബിങ്കൽ ഉന്നത സ്ഥാനം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വചനമാണോ ഖുർആൻ എന്ന് ചോദിച്ചാലോ? അങ്ങനെയല്ലേ ഇതിൽ പറയുന്നു. ഖുർആനിൽ പറയുന്നു അത് ഖൗലു റസൂലിൻ കരീം എന്നാണ് ഖുർആനിൽ പറയുന്നത്, ഇതൊരു ദൂതന്റെ വചനമാണ് എന്ന്. അപ്പൊ ദൂതൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആശയമുണ്ട്. ഒരു ദൂതൻ ആരുടെ വചനമായിരിക്കും പറയുക? ഒരാൾ ഒരു ദൂതനായി നിയോഗിച്ചു കഴിഞ്ഞാൽ അയാളുടെ വർത്തമാനമായിരിക്കില്ല, അയാളുടെ ആശയമായിരിക്കില്ലല്ലോ പറയാം. ഒരു ദൂതൻ എന്നതിൽ തന്നെ ആ ദൂതന് മുകളിൽ അത് അയച്ച ഒരാളുണ്ട്, അത് അള്ളാഹു ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വചനമല്ല, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമല്ല. ഇത് ദിൽ അർശി എന്ന് പറയുന്ന ആ സിംഹാസനമുടയവന്റെ വചനമാണ്. തൻസീലും റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നുണ്ടല്ലോ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്നും അവതീർണമായതാണ്, തൻസീലാണ്. അപ്പൊ അള്ളാഹുവിങ്കിൽ നിന്നും അവതീർണമായ ഈ ഗ്രന്ഥത്തെ ഒരു മാന്യനായ ദൂതന്റെ കൈകളിലൂടെ അള്ളാഹു ഒരു മാന്യനായ മറ്റൊരു ദൂതന്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുത്തു. ഇവിടെ ദൂതൻ മാന്യനാണ് എന്ന് പറയാൻ എന്താ കാരണം? ആ കരീം എന്നതിന് നമ്മൾ മുമ്പ് പല രൂപത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കരീം
എങ്ങനെയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കരീം, അത്യുദാരൻ എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ മാന്യൻ എന്നർത്ഥം പറയാം. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം എങ്ങനെയാണ് ആ കറാമത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കരീം എന്ന് പറയുന്ന മാന്യത കാണിക്കുക? ജിബ്രീൽ അലൈഹി ഇസ്ലാം എങ്ങനെയായിരിക്കും എന്നുവെച്ചാൽ അള്ളാഹു ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വത്തിൽ കൃത്യമായി ഒരല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കൃത്യതയോടുകൂടി തന്നെ നിർവഹിക്കുന്ന ആളായിരിക്കും. അവർക്കാണ് മാന്യൻ എന്ന് പറയുള്ളൂ, പകൽമാന്യൻ അല്ല. അപ്പൊ എങ്ങനെയാണോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിലേക്ക് അള്ളാഹു ആയത്തിന്റെ വചനങ്ങളും എത്തിച്ചു കൊടുത്തത്, അത് അതേ രൂപത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൈമാറുന്നു. അന്ന് നിശ്ചയിച്ചു കൊടുത്ത അതേ സമയത്ത് തന്നെ കൈമാറുന്നു. അന്ന് എത്ര ആയത്തുകളാണോ പറഞ്ഞത് അത്ര തന്നെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൈമാറുന്നു. അപ്പോൾ അതിൽ മാന്യത കാണിക്കുന്ന, എന്ന് വെച്ചാൽ അത് ഏൽപ്പിച്ചു കൊടുത്ത റബ്ബിന്റെ മാന്യത, റബ്ബിനോടുള്ള മാന്യത കാണിക്കുന്നയാളാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. ഈ ഖുവത്താണ് മാലാഖമാരിൽ ഉന്നത സ്ഥാനമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള, അർശിന്റെ സിംഹാസനസ്ഥനായ അള്ളാഹുവിന്റെ ചാരയുള്ള മുഖറബീങ്ങളായ മലക്കുകളിൽപ്പെട്ട മാലാഖയാണ്, മക്കീൻ ആണ്, ഉന്നത സ്ഥാനമുള്ള മാലാഖയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഇത്രയും വിശേഷണങ്ങൾ ഇങ്ങനെ എടുത്തു പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും? വീണ്ടും പറയട്ടെ, മുതാഇൻ, അനുസരിക്കപ്പെടുന്നവനാണ്. മറ്റു മാലാഖമാരൊക്കെ അദ്ദേഹത്തെയാണ് അനുസരിക്കുന്നത്. സമ്മ, അവിടെ, അമീൻ, വിശ്വസ്തനാണ്. സമ്മ എന്ന് വെച്ചാൽ അവിടെയാണ്, സുമ്മ എന്ന് വെച്ചാലാണ് പിന്നീട് എന്നുള്ള അർത്ഥമുള്ള സുമ്മ. സമ്മ അവിടെ, അമീൻ വിശ്വസ്തനുമാണ്, അവിടെ വിശ്വസ്തനുമാണ്. അപ്പൊ വിശ്വസ്തനാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവനാണ്, ഈ ഖുവത്താണ്, ശക്തനാണ്, അനുസരിക്കപ്പെടുന്നവനാണ്. മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തെ അനുസരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സ്ഥാനങ്ങളുള്ള, പദവികൾ നൽകിയിട്ടുള്ള ഒരു റസൂൽ, അതാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. അപ്പൊ ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിച്ചത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വിശേഷണങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഖുർആൻ ദൈവീകമാണ് എന്ന് തെളിയിക്കലാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം. അള്ളാഹുവിന്റെ വചനമാണ്, അത് ദൈവീകമാണ്, മനുഷ്യവചനമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമല്ല, കവിയുടെ വചനമല്ല, പൈശാചികമായ എന്തോ ചില തോന്നിപ്പിച്ചുള്ള വചനങ്ങളല്ല ഇതൊന്നും. ഇത് അള്ളാഹുവിൽ നിന്നുള്ള വചനമാണ്. അള്ളാഹുവിൽ നിന്നും ഉള്ള ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയ ഈ വഴി എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. വളരെ സുരക്ഷിതമായ ഒരു വഴിയിലൂടെ, കൈകളിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ കൈമാറിയിരിക്കുന്നത്. ഒന്നും കലരുന്നില്ല, ഒന്നും ചെയ്താണ് ഖുവത്ത് എന്ന് പറഞ്ഞു. ഇനി ഒരാൾ ഇതിനെ പിടിച്ചെടുക്കാൻ വന്നാൽ ഈ ഖുവത്താണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. ആർക്കു മുന്നിലും ആർക്കും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല, മൽപ്പിടുത്തം നടത്തി തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളല്ല ജിബ്രീൽ അലൈഹി ഇസ്ലാം. ഈ ഖുവത്തിനാണ്. ഇനി അദ്ദേഹത്തെക്കാളും പദവിയുള്ള ആളുകൾ വന്നാലോ, അല്ലെ? പറയുമല്ലോ, പോലീസാണെങ്കിൽ പോലീസിന് മുകളിൽ DGP ഉണ്ടാവും, അതിന് മുകളിൽ വേറെ ആളുണ്ടാവും, അതിന് മുകളിൽ രാഷ്ട്രീയക്കാരുണ്ടാവും. അപ്പോൾ അവരെ സ്വാധീനിക്കാൻ മുകളിലുള്ളവർക്ക് കഴിയും എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ ഇനി ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വേറൊരാള് സ്വാധീനിച്ച് ഇതിലെന്തെങ്കിലുമൊക്കെ കുറച്ചങ്ങോട്ട് ആഡ് ചെയ്ത്, കുറച്ച് കൂട്ടിച്ചേർത്ത്, കുറച്ച് വെട്ടിച്ചുരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കൈമാറാം എന്ന് തീരുമാനിച്ചാലോ? അതാണ് ഇൻദദിൽ അർശി മക്കീൻ. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നീട് നേർക്ക് നേരെ അർശിന്റെ ചാരത്ത് നിൽക്കുന്ന അർശിനോട് ചേർന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. വേറെ ആർക്കും സ്വാധീനിക്കാൻ കഴിയുന്ന ആളല്ല. സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് വാദിക്കാൻ അതിനും സാധ്യതയില്ലാത്ത വിധമാണ് ഇൻദദിൽ അർശി മക്കീൻ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, സിംഹാസനത്തിന്റെ അടുത്ത് സ്ഥാനം കൊടുത്തിട്ടുള്ളത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനാണ്. അങ്ങനെ ഒരു മാലാഖയുടെ കൈവശമാണ് ഈ ഖുർആൻ കൊടുത്തയക്കുന്നത്. അതുകൊണ്ട് വേറൊരു വിഐപിക്കും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ സ്വാധീനിക്കാനോ അദ്ദേഹത്തിന്റെ മേൽ അധികാരമോ ഉണ്ടാവുകയില്ല. ഇനി അദ്ദേഹം ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇനി വേറെ ആരെങ്കിലും ഒക്കെ അനുസരിച്ച് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്ന് ആലോചിച്ചാലോ? അപ്പോഴും മുതാഇൻ എന്ന് പറഞ്ഞു, മുതാആണ്. ഇദ്ദേഹമല്ല വേറെ ആരെങ്കിലും അനുസരിക്കുന്നയാള്, ഈ ആളിനെയാണ്, ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ് മറ്റുള്ള എല്ലാ മാലാഖമാരും അനുസരിക്കുന്നത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ്, അതാണ് മുതാഇൻ. അപ്പൊ ഇത്താഅത്ത് കൊടുക്കുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. ഇത്താഅത്ത് അള്ളാഹുവിന് കൊടുക്കുന്ന ഇത്താഅത്ത് അല്ല, ഇത്താഅത്ത്.
അപ്പോ മറ്റു മാലാഖമാർ അനുസരിക്കുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം അനുസരിക്കേണ്ട ഒരു മാലാഖയും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇല്ല. അങ്ങനെ ഒരു മാലാഖയെ സൃഷ്ടിച്ചിട്ടില്ല. അതിൽ സ്ഥാനം നൽകിയിട്ടുള്ളത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനാണ്. ഇനി ഇദ്ദേഹം ചതിക്കുമോ, പറ്റിക്കുമോ, വഞ്ചിക്കുമോ എന്നുള്ള സംശയം തോന്നിയാലോ അപ്പോഴും സമ്മ അമീൻ എന്നെടുത്തു പറഞ്ഞു. അങ്ങനെ ചതിച്ച് പറ്റിച്ച് മുന്നോട്ട് പോകുന്ന ആളല്ല, വിശ്വാസവഞ്ചന കാണിക്കുന്ന ആളല്ല. ഏറ്റവും വിശ്വസ്തനായ ആളിന്റെ കൈവശമാണ് ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രത്യേകതയുള്ള ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ കരങ്ങളിലൂടെയാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഖുർആൻ കൈമാറിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ സുരക്ഷിതത്വത്തിൽ ആർക്കും സംശയം വേണ്ട. അതിൽ യാതൊരു വ്യാജവും കൂടിക്കലരില്ല. ഒരാൾക്കും എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാനോ വെട്ടിക്കുറയ്ക്കാനോ സാധ്യമല്ല. അത്രത്തോളം ഭദ്രമായി സുരക്ഷിതമായി നിങ്ങളുടെ കൈവശം എത്തിയിരിക്കുന്ന ഈ ഖുർആൻ, അതാണ് നിങ്ങളെ തൊട്ടു മുകളിൽ പറഞ്ഞ പരലോകവുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഗ്രന്ഥത്തിലൂടെയാണ്. അപ്പൊ ആ ഗ്രന്ഥം മനസ്സിലാക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരലോകബോധം അവരുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് ഓരോ വിശദീകരണങ്ങളും ഇങ്ങനെ എണ്ണി ഓരോ ആയത്തുകളായി 2 വാക്കുകൾ അടങ്ങുന്ന ആയത്തുകളായിട്ടാണ് അധികവും ഉള്ളത്. 2 വാക്കുകളേ ഉള്ളൂ. ആ വാക്കുകൾ ചേർത്തുള്ള ആയത്തുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞത് ഈ ഒരു ബോധ്യം വിശ്വാസിയുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേർന്ന പരിശുദ്ധ ഖുർആൻ, അതിന്റെ ആശയം കൃത്യമായി നിങ്ങൾ ഗ്രഹിച്ചിരിക്കണം. അപ്പോഴും അവർക്ക് പിന്നീട് അടുത്തൊരു വാദം അവർ ഉന്നയിക്കും. എന്താ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പരത്താൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ അള്ളാഹു നിരത്തി കഴിഞ്ഞു. അതിശക്തനാണ് എന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവനാണ് എന്നും അനുസരിക്കപ്പെടുന്നവൻ വിശ്വസ്തൻ. ഈ 4 കരീമാണ് എന്ന് വരെയുണ്ട്. റസൂലാണ്, കരീമാണ്. അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വചനമല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് റസൂൽ എന്ന് ഉപയോഗിച്ചത്. കരീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതല്ലാത്ത മറ്റൊന്നും അദ്ദേഹം പറയില്ല, മാന്യത കാണിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാണ് അവിടെ കരീം പറഞ്ഞത്. അപ്പൊ ഇനി ശത്രുക്കൾക്ക് ഉന്നയിക്കാൻ പറ്റുന്ന മറ്റൊരു വാദം എന്താ? ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് അസാത്തീറുൽ അവ്വലീനാണ്, ഇത് പഴംപുരാണമാണ് എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടി പിന്നീട് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു വാദം എന്തായിരിക്കും? പിന്നീട് ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നതാണ്. ഞാൻ മുമ്പ് വലീദ് ഇബ്നു മുഗീറയുടെയൊക്കെ ചരിത്രം പറഞ്ഞിരുന്നല്ലോ. അവരുടെ വിളിച്ചുകൂട്ടിയ ചർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുന്നതിന് വേണ്ടി നടത്തിയ അവരുടെ ചർച്ച. അങ്ങനെ പോയി ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുക എന്നതാണ് പിന്നെ അടുത്ത തന്ത്രം. അതിനു വേണ്ടിയിട്ടാണ് മജ്നൂൻ, ഭ്രാന്തനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ആരോപണം ഉന്നയിച്ചു. ഷാഇറാണ്, കവിയാണ് എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. അല്ലെങ്കിൽ ഇത് കവിതയാണ്, ഇദ്ദേഹം ഭ്രാന്ത് പറയുന്നതാണ്, പിച്ചുമ്പേയും പറയുന്നതാണ് എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ഇതല്ലെങ്കിൽ സാഹിറാണ് എന്ന് പറഞ്ഞു നോക്കി. മാരണക്കാരനാണ്, മജീഷ്യനാണ്, ആളുകളെ ഇങ്ങനെ വശീകരിച്ച് ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചു നോക്കി. അപ്പോൾ അത് കാരണം ഇത് ഖുർആൻ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തലാണ് അവരുടെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും നബിയുടെ വിശ്വസ്തതയും ഒക്കെ 40 വർഷം അനുഭവിച്ച ആളാണല്ലോ. ആ 40 വർഷത്തിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവർ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പൊ അവരുടെ പ്രശ്നം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? അല്ല, അവരുടെ പ്രശ്നം നബിയല്ല. നബി ആയിരുന്നുവെങ്കിൽ അവർക്ക് അങ്ങനെ പറയേണ്ടതില്ലല്ലോ. കാരണം 40 വർഷം വരെ അംഗീകരിച്ചു പോന്നിരുന്ന, വിശ്വസ്തനായി കണ്ടിരുന്ന ഒരാളെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവരങ്ങനെ എതിർക്കില്ലല്ലോ. പക്ഷെ അവരുടെ പ്രശ്നം ഖുർആനാണ്, ഖുർആനിന്റെ അവതരണമാണ് അവരുടെ പ്രശ്നം. അപ്പൊ ആ പരിശുദ്ധ ഖുർആനിനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് അവർ റസൂലിനെ ഭ്രാന്തനാക്കിയത്. പരിശുദ്ധ ഖുർആനിനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജനും ഷാഇറും ഒക്കെ ആക്കിയത്, കവിയും ഒക്കെ ആക്കിയത് ഖുർആനിനെ എതിർക്കുക എന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞൊരു ഇപ്പൊ നിലവിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇസ്രായേലിലും ഒക്കെ ഫലസ്തീനിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇസ്ലാമിക പ്രബോധനത്തെ ഇല്ലാതാക്കാൻ, പ്രബോധനം ചെയ്യുന്ന ആളിനെ ഇല്ലാതാക്കിയാൽ മതി.
പ്രബോധനം ചെയ്യുന്നയാളിനെ ഇല്ലാതാക്കിയാൽ ഇസ്ലാമിക പ്രബോധനം അങ്ങനെ നിന്നോളൂല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാ? കാരണം അവർക്ക് തന്നെ അറിയാലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടി നബിക്ക് അനന്തരാവകാശികളില്ല, ആൺമക്കളില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടി ആ കാലഘട്ടത്തിലേക്ക് നിലനിന്നിരുന്നതെല്ലാം മക്കൾ വഴി, ആൺമക്കൾ വഴി പ്രചരിക്കുക എന്ന് പറയുന്നതാണ്. സൽത്തനത്തുകൾ പോലും, ഭരണകൂടങ്ങൾ പോലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇതോടുകൂടി ഇസ്ലാം തന്നെ അങ്ങോട്ട് തീർന്നുകൊള്ളും എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. അതങ്ങനെ നബി അതിൽ നിന്ന് അങ്ങോട്ട് പിന്മാറുന്നില്ല, ഇത് തന്നെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ പ്രയാസപ്പെട്ടിട്ടാണ് അവർ കൂടി ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തീരുമാനിക്കുന്നത്, വധിക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊല്ലപ്പെട്ടാൽ, മരിച്ചാൽ പ്രബോധനം അതോടുകൂടി നിന്നു, അത് ഏറ്റെടുക്കാൻ ഇനി ആളില്ല എന്നതായിരുന്നു അവരുടെ ചിന്താഗതി. അപ്പോ ഈ ദീനിനെ ഇല്ലാതാക്കുക, പ്രബോധനത്തെ ഇല്ലാതാക്കുക എന്നതിനു വേണ്ടി പ്രബോധകരെ കൊല്ലുക, അതല്ലെങ്കിൽ പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന ആളുകളെ തീവ്രവാദിയാക്കുക, ഭീകരവാദിയാക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ അകന്നു പോകുമല്ലോ. അതുകൊണ്ടാണ് പ്രബോധകന്മാരെ ആയിരിക്കും എപ്പോഴും ഇവർ ടാർഗറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ. അതിലൂടെയാണ് പ്രബോധനം എന്ന് പറയുന്ന ഈ സംഗതിയെ, ദഅവത്തിനെ കീഴാക്കാൻ അവർക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ അവർക്ക് കഴിയുള്ളൂ എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ ഈ സുഹൃത്ത് ഭ്രാന്തനല്ല എന്ന് ഖുർആൻ പറഞ്ഞു. ആ ഭ്രാന്തനാണ് എന്നവർ പറഞ്ഞ എന്താ? പെട്ടെന്ന് ഈ കുറെ സംഗതികൾ, സാഹിത്യപരമായ കുറെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അദൃശ്യമായ കുറെ സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ എടുത്തു പറയുന്നു, പരലോകത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ ജിന്നത്ത് ബാധിച്ചതാണോ, ഭ്രാന്ത് ബാധിച്ചതാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു എന്നാണ്. പെട്ടെന്ന് ആളുകളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് ആ വാദം എന്ന് പറയുന്നത്, ഭ്രാന്ത് ബാധിച്ചു എന്ന് പറയുന്ന ഒരു വാദം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ വാദവുമായിട്ട് അവർ മുന്നോട്ട്. അപ്പൊ അതിനെ ഖുർആൻ ഖണ്ഡിച്ചു പറയുന്നു, വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ ഈ സുഹൃത്ത്, നിങ്ങളുടെ ഈ സഹകാരി ഒരു ഭ്രാന്തനല്ല എന്ന് പ്രഖ്യാപിച്ചത്. അപ്പൊ ഭ്രാന്തനല്ല എന്ന് പറയാനുണ്ടായ കാരണങ്ങൾ അടുത്ത ആഴ്ച പറയാമോ, സമയമായി ചായത്തോടുണ്ട് വിശദീകരിക്കും. അപ്പൊ ശരിക്കും പരിശുദ്ധ ഖുർആന്റെ സത്യസന്ധതയും വിശ്വസ്തതയും സ്ഥാപിക്കലാണ് ഈ പറഞ്ഞതിലൂടെയൊക്കെയുള്ള ഉദ്ദേശം. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെതിരെ അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഒക്കെ നിഷേധിക്കുക, അത് തള്ളിക്കളയുക എന്നതും അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തലും ഇതിലുണ്ട്. അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പൊ അതിന്റെ അർത്ഥം ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. വൈദ സുഹഫു നുശ്റത്, ഏടുകൾ നിവർത്തപ്പെടുമ്പോൾ, വൈദ സമാഉ കുശിതത്, ആകാശം അതിന്റെ മറ നീക്കപ്പെടുമ്പോൾ, വൈദൽ ജഹീമു സുഇറത്ത്, നരകം ആളിക്കത്തിക്കപ്പെടുമ്പോൾ, വൈദൽ ജന്നത്തു ഉസ്ലിഫത്, സ്വർഗം അടുപ്പിക്കപ്പെടുമ്പോൾ, അലിമത് നഫ്സും മാ അഹ്ലറത്, അതിന്റെ മറുപടിയാണ് ഓരോ ആത്മാവും അതെന്താണ് ഹാജരാക്കിയിട്ടുള്ളത് എന്ന് അറിയും. അതുകൊണ്ട് ഫല, അങ്ങനെയല്ല, പരലോകത്തെ കുറിച്ചുള്ള അവരുടെ വിചാരമല്ല, ശരിയല്ല. ഒഖസിമു ബിൽ ഖുന്നസ്, പിൻവാങ്ങുന്ന നക്ഷത്രത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അൽ ജവാരി, സഞ്ചരിക്കുന്ന, അൽ കുന്നസ്, അപ്രത്യക്ഷവുമാകുന്ന നക്ഷത്രത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വല്ലൈലി ഇദാ അസ്അസ്, പിന്നിടുന്ന രാത്രിയെ കൊണ്ടും, പിൻവാങ്ങി വരുന്ന, മാറി വരുന്ന രാത്രിയെ കൊണ്ടും, വസുബ്ഹി ഇദാ തനഫസ്, വിടർന്നു വരുന്ന, ഉദിച്ചു വരുന്ന, ശ്വസിച്ചു വരുന്ന, അതൊക്കെയാണ്. ആ നക്ഷത്രത്തെ കൊണ്ടും പ്രഭാതത്തെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇതൊരു മാന്യനായ ദൂതന്റെ വചനമാണ്. മാന്യനായ ദൂതന് അള്ളാഹു നൽകിയ വചനമാണ്. ഖുവ്വത്തിൻ, അദ്ദേഹം അതിശക്തനാണ്. ഇൻദദിൽ അർശി, സിംഹാസനമുടയവന്റെ അടുത്ത്, മക്കീൻ, സ്ഥാനമുള്ളവനുമാണ്, സ്വാധീനമുള്ളവനുമാണ്. മുതാഇൻ, അനുസരിക്കപ്പെടുന്നവനും, സമ്മ, അവിടെ അമീൻ, വിശ്വസ്തനുമാണ് അദ്ദേഹം. ഉമാ സാഹിബുക്കും, നിങ്ങളുടെ സുഹൃത്തല്ല, ബിമജ്നൂൻ, ഭ്രാന്തൻ അല്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ ആ ഒരു സത്യസ്ഥിതി, നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, അതിന്റെ വിശ്വസ്തത ബോധ്യപ്പെടുത്തുന്നു. അത് ഈ ബോധ്യപ്പെടുന്നവർ അതിൽ വിശ്വസിക്കുന്നു, ബോധ്യപ്പെടാത്തവരാണ് അസാത്തിറുൽ അവ്വലീൻ എന്ന് പറഞ്ഞ് ന്യായങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുക, ബോധ്യപ്പെടുക, പ്രചരണം നമ്മളെവരെയും
അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി വെക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت